വെൽക്കം ടു ഐ+ ഡെയിലി കറണ്ട് അഫയേഴ്സ്. ഇന്ന് ഡിസംബർ 9. ഇന്നത്തെ പ്രധാന ആനുകാലിക സംഭവങ്ങൾ നോക്കാം. 10 തവണ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ മുഖ്യമന്ത്രിയായി മാറിയതിന് ലണ്ടനിലെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ ആദരിച്ചു. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ SIR പ്രോഗ്രാമിന് കീഴിൽ വോട്ടർ പട്ടികയുടെ 100% ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി രാജസ്ഥാൻ മാറി. മാപ്പിംഗ് ജോലികളുടെ 97%-ലധികവും പൂർത്തിയായതോടെ വോട്ടർ മാപ്പിംഗിലും ഇപ്പോൾ രാജസ്ഥാൻ മുന്നിലാണ്. ആശയവിനിമയ മന്ത്രാലയത്തിന് കീഴിലുള്ള തപാൽ വകുപ്പ് ഇന്ത്യയുടെ ദേശീയ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു പ്രധാന ഘടകമായി ധ്രുവ ഡിജിറ്റൽ ഹബ് ഫോർ റഫറൻസ് ആൻഡ് യുണീക്ക് വിർച്വൽ അഡ്രസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. കാര്യക്ഷമമായ സേവന വിതരണത്തിനായി സുരക്ഷിതവും സാധ്യതയുള്ളതുമായ ഡിജിറ്റൽ വിലാസ ഐഡികൾ പ്രാപ്തമാക്കുന്നതിനായി അഡ്രസ് ആസ് എ സർവീസ് ഉപയോഗിച്ച് ഇന്ത്യയിലെ വിലാസങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുക എന്നതാണ് ധ്രുവയുടെ ലക്ഷ്യം. ഡെയിലി കറണ്ട് അഫയേഴ്സ് ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.